ഹായ് ഓൾ, എൻ്റെ പേര് വിഷ്ണു പ്രശാന്ത്. സോ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവായിട്ടൊരു കാര്യം പറയാനാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ UK. സോ UK എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്, വ്ളോഗാണ്. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു പാർക്കാണ്, ഹോളോബോൺ പാർക്ക് എന്ന് പറയും. പോൾത്തോംസ്റ്റോയുടെ അടുത്താണ് ഈ പാർക്കുള്ളത്. സോ ഞാൻ അവിടെ വന്നിട്ടെന്നാ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത് വീട്ടിൽ നിന്ന് എടുക്കാം, അതായത് റൂമിൽ നിന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ബട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടിയും ഈ ഒരു UKയുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു പ്രശാന്ത്. നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർക്കാരനാണ്, KL 30. സോ ചെങ്ങന്നൂർ കാടിക്കാട് പാറയ്ക്കൽ എന്ന് പറയും, അവിടെയാണ് എൻ്റെ സ്വദേശം. സോ അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം. പിന്നെ ഞാൻ റീസെൻ്റ്ലി വർക്ക് ചെയ്തത് ഡെക്കാത്തലോണാണ്. സോ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ഡെക്കാത്തലോൺ. അതായത് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേരും ട്രാവലേഴ്സ് ആയിരിക്കാം, സോ പുറത്തേക്ക് പോകുന്നവരായിരിക്കാം, ഒരു വട്ടമെങ്കിലും നമ്മുടെ ഡെക്കാത്തലോൺ വിസിറ്റ് ചെയ്തവരായിരിക്കാം. സോ ഡെക്കാത്തലോൺ കളമശ്ശേരിയിലെ ഫോർമർ എംപ്ലോയി ആണ്. 3 വർഷം അവിടെ 2021 ജോയിൻ ചെയ്തതാണ്. 2024 ഞാൻ ഒരു നവംബറിലാണ് അവിടുന്ന് ഇറങ്ങുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കിപ്പം ഊഹിക്കാം. ഇതാണ്, ഞാൻ UK വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സോ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എത്തിയത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്ന വിസ കാറ്റഗറിയിലാണ്. നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കറിയാം എന്താണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് അറിയാത്തവരുമുണ്ട് എന്താണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഇതിനെക്കുറിച്ച് പറയുമ്പം ആദ്യമേ താങ്ക്സ് പറയേണ്ട 2 വ്യക്തികളുണ്ട്. ഒന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അതുപോലെ തന്നെ ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് UK നമ്മുടെ ഋഷി സുനക്. ഇവർ തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരമായിരുന്നു നമ്മുടെ ഈ ഒരു ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ സ്റ്റാർട്ട് ചെയ്തത്. സോ ആക്ച്വലി നിങ്ങളെല്ലാവരും പറയുന്നത് ഇതൊരു യൂത്ത് മൊബിലിറ്റി വിസയാണെന്നാണ്. ആക്ച്വലി അതും ശരിയാണ്. നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ വിസയുടെ പേര് വരുന്നത് യൂത്ത് മൊബിലിറ്റിയുടെ അണ്ടറിലാണ്. ബട്ട് ഈ യൂത്ത് മൊബിലിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജപ്പാൻ, കൊറിയ, ദെൻ ചൈന, തായ്വാൻ, അങ്ങനെ കുറച്ച് ഓസ്ട്രേലിയ, എനിക്കൊന്ന് ഈ കൺട്രീസാണ്. ജപ്പാനൊക്കെ ഉണ്ട് അതിൽ. അപ്പം ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തൊരു പൂളാണ് ഈ പറയുന്ന യൂത്ത് മൊബിലിറ്റി വിസ എന്ന് പറയുന്നത്. അപ്പം ഈ പൂളിൽ ഇന്ത്യ ഇല്ല. സോ അപ്പം നമ്മുടെ, അതായത് എന്ന് പറയുമ്പം ഒരു 2 വർഷത്തെ വിസയാണ്. ഈ 2 വർഷം, അതായത് ഈ യൂത്ത് മൊബിലിറ്റിയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ 2 വർഷം ഒരു യങ് പ്രൊഫഷണൽസിന് ഈ കൺട്രിയിൽ നിന്ന് അങ്ങോട്ടും ആ കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രൊവിഷൻ, അതായത് ഒരു വിസയാണ്. അതായത് നമുക്ക് 2 വർഷം ഈ കൺട്രിയിൽ വന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. ഇതാണ് ഈ ഒരു വിസയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. സോ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നാണ് ഇന്ത്യയുടെ വിസയെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഓൾറെഡി ഈ പൂളിലില്ല. പിന്നെ രണ്ടാമതാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറിയിലോട്ട് ഇന്ത്യയെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീമിൽ നിന്ന് നമ്മൾ വിളിക്കുന്നത്. ബട്ട് വിസ കാറ്റഗറി അണ്ടർ വരുമ്പം ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം എന്നല്ല, യൂത്ത് മൊബിലിറ്റി വിസ എന്നായിരിക്കും ഇതിനെ പറയപ്പെടുന്നത്. സോ ഇത്രയാണ് ഈ വിസ കാറ്റഗറി ഡീറ്റെയിൽസ് പറയുന്നത്. സോ അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അതുപോലെ ഋഷി സുനക്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ഈ ഒരു പൂളിലേക്ക് ആഡ് ഓൺ ചെയ്തത്. സോ നമ്മൾ എല്ലാവരും ഈ 2 വ്യക്തികളെ നമ്മൾ താങ്ക്സ് പറഞ്ഞേ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമാറ്റ്സ്, നമ്മുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ, പിന്നെ നമ്മുടെ എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഇവരുടെയൊക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈവൻ ഇപ്പം ഞാൻ നിങ്ങളോട് ഇതുപോലെ UK നിന്ന് ഈ ഒരു വ്ളോഗ് എടുത്ത് സംസാരിക്കുന്നത് പോലും. സോ അതല്ലായിരുന്നെങ്കിൽ നമുക്കിത് സാധ്യമാകില്ല. സോ ഇത്രയാണ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ഒരു ബ്രീഫ്, ഒരു ഹിസ്റ്ററി വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ പുറത്താണ്, അപ്പോൾ നിങ്ങൾക്ക്
ഈ ഒരു നോയ്സ് കേൾക്കും. ഐ ആം എക്സ്ട്രീംലി സോറി. സോ നമ്മൾ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ നാളെയാണ് ഓപ്പൺ ചെയ്യുന്നത് 1:30. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഇത് പോലീസാണ്. സോ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മുടെ 3 ഡോക്യുമെൻറ്റ്സ് നമ്മൾ മസ്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക, സെക്യൂർ ആക്കി വെക്കുക. ഫസ്റ്റ് വൺ ഇന്ത്യൻ പാസ്പോർട്ടിന് സോഫ്റ്റ് കോപ്പി നമ്മൾ ആദ്യമേ ഒരു PDF ഫോർമാറ്റിൽ സേവ് ചെയ്ത് വെക്കുക. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അഡോബ് റീഡറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ, അപ്പം അതുപോലെ നമ്മുടെ ഫ്രണ്ട് പേജും ബാക്ക് പേജും മസ്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, അത് നമ്മുടെ ഡ്രൈവിലോ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ അതുപോലെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ദെൻ നമ്മുടെ മെയിൽ അഡ്രസ്സ്, നിങ്ങൾക്കൊരു ആക്റ്റീവ് മെയിൽ അഡ്രസ്സ് കാണുമല്ലോ, ഒരു ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ആ ഒരു മെയിൽ അഡ്രസ്സ് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ മേജർലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ കാണുന്ന പാർക്ക്, കണ്ടോ? സോ ഈ പാർക്കിലൂടെയാണ് ഇന്ന് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർക്കിൻ്റെ ബ്യൂട്ടിയും കാണാം, ദെൻ ഈ ഒരു ഇൻഫർമേഷൻസും കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. യൂത്ത് മൊബിലിറ്റി, അതായത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസയുടെ കാറ്റഗറി നമുക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ ഒരു 3 ഇയർ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നവർക്കുമായിരിക്കും ഇതിന് എലിജിബിലിറ്റി വരിക. അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം മാരീഡ് ആണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാടില്ല, അങ്ങനെ ഒരു കാര്യങ്ങളുമുണ്ട്. സോ നമുക്ക് ഈ ഒരു ബാലറ്റ് എൻട്രി ചെയ്യാൻ ഒരു പൈസയുടെ ആവശ്യമില്ല. ഈസ് വെരി ഫ്രീ മീൻസ് ഒരു പൈസ പോലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ഈ ഒരു ബാലറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അതേസമയം നമ്മൾ ഓസ്ട്രേലിയൻ വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഉള്ളതാണ്. അപ്പം ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിസ ഫീ ഉണ്ടായിരുന്നു. സോ ഇതിൽ ആ ഒരു വിസ ഫീ ഇല്ല. അപ്പം നമ്മൾ ഒരു ജസ്റ്റ് നമ്മളൊരു ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല, 3 ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, നമ്മുടെ മെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ. സോ നാളെ നമ്മുടെ ബാലറ്റ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ്ലി നമ്മളൊരു അലാം സെറ്റ് ചെയ്ത് വെക്കുക. നാളത്തേക്കൊരു അലാം സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ട് ഒരു 1:30 നമ്മുടെ ബാലറ്റ് ഓപ്പൺ ആകുക. അപ്പം ആ ടൈമിലേക്ക് നമ്മൾ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സൈറ്റ്, ഞാൻ ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ, അതായത് ഈ വീഡിയോയുടെ വ്ളോഗിന് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാനാണെങ്കിൽ മെൻഷൻ ചെയ്യാം. സോ കണ്ടില്ലേ, നല്ല ബ്യൂട്ടി അല്ലേ, ആകാശവും എല്ലാം. സോ ഇത്രയും നിങ്ങൾ ഓക്കെ ആക്കുക. ദെൻ ആ ലിങ്ക് നിങ്ങൾ പോവുക, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരാളുടെയും ഹെൽപ്പ്, അതായത് ഏജൻസി ത്രൂ ഒന്നും പോകേണ്ട, നിങ്ങൾ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് തന്നെ ചെയ്യും ഫ്രീ ഓഫ് കോസ്റ്റിൽ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ആ ലിങ്കിൽ പോവുക. അതായത് UK ഹോം ഓഫീസിൻ്റെ ലിങ്ക് ആയിരിക്കും വരിക. UK ഹോം ഓഫീസിൻ്റെ ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മളെല്ലാം ഡയറക്റ്റ് UK ഹോം ഓഫീസുമായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. നല്ല വെയിലുണ്ട്, സണ്ണി വെതർ നോക്കി. അപ്പം നമ്മൾ നേരെ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു. ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് ഒരു ക്യൂ കാണും. ക്യൂ മീൻസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അലാം സെറ്റ് ചെയ്ത് ഒരു 1:30 ഒരു 1:28 PM നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ പേജ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മളെ ആ ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്യൂവിലായിരിക്കും. ക്യൂ മീൻസ് അതിലേക്ക് കയറുമ്പോൾ തന്നെ ചിലപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യൂ ആയിരിക്കും. ആ ഒരു 5 മിനിറ്റ് ടൈം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത വിൻഡോയിലേക്ക് എൻ്റർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. 5 മിനിറ്റ് എത്രയാണോ ക്യൂ. സോ ഞാൻ കയറിയ സമയത്ത് എനിക്ക് കിട്ടിയ ക്യൂ എന്ന് വെച്ചാൽ 15 മിനിറ്റാണ്. അപ്പോൾ ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയത്. സോ അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ക്യൂവിൽ കഴിഞ്ഞ് നിങ്ങൾ എൻ്റർ ആവുന്നത് ഒരു വിൻഡോയിലോട്ടായിരിക്കും.
അപ്പം ആ വിൻഡോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ ആയിരിക്കും. ആ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, മെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ആ ഒരു പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ റീഡയറക്റ്റ് ആവും. ഇനിയുള്ള പേജിലാണ് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം അപ്ലോഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. സോ എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പ്രിവ്യൂ ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ആ പ്രിവ്യൂ ഓപ്ഷൻസിൽ നിങ്ങൾ എല്ലാം വായിച്ച് നോക്കുക, എല്ലാം കറക്റ്റായിട്ടാണോ ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. മസ്റ്റായിട്ടും നിങ്ങളുടെ പേരും മെയിൽ അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക, കാരണം അവർ മെയിൽ ത്രൂ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യാം. അപ്പം അതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സോ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ കിട്ടും. മെയിൽ എന്ന് പറയുമ്പോൾ ഒരു UAN മെയിലായിരിക്കും. അപ്പം അതൊരു 12 ഡിജിറ്റ് നമ്പറായിരിക്കും അത് വരിക. ആ നമ്പർ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ വിസ ഫയലിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളൊരു 2 വീക്സ് വെയിറ്റ് ചെയ്യുക. ദിസ് ഈസ് എ വെയിറ്റിംഗ് പീരീഡ് ഫോർ യു ഗൈസ്. സോ വെയിറ്റ് ചെയ്ത് എൻ്റെ കേസിൽ എനിക്കൊരു 5th ഡേയിൽ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. കൺഫർമേഷൻ മെയിൽ വരുമ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും: ഇന്ത്യൻ യങ് പ്രൊഫഷണൽ വിസ സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അവർ മെയിൽ സബ്ജക്റ്റ് വരും. അതായത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം സക്സസ്ഫുൾ വിസ എന്ന് പറഞ്ഞ്. അൺസക്സസ്ഫുൾ ആയാലും എൻ്റെ ഒരു ബാച്ചിൽ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അൺസക്സസ്ഫുൾ മെയിൽ എന്ന് പറയും. അപ്പം നമുക്ക് അറിയാം നമുക്ക് കിട്ടിയില്ല ഒന്ന്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു 3 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഈ 3 മാസം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ ശേഖരിക്കുക. അതായത് നിങ്ങളുടെ PCC, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ നിങ്ങളുടെ MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, ദെൻ നമ്മുടെ മെഡിക്കല് എല്ലാം. അതായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ VFSC വെക്കുക. അതായത് ബയോമെട്രിക്കിന് മുമ്പ് നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു 3 മാസത്തെ സമയം തന്നിരിക്കുന്നത്. അതായത് ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ ബയോമെട്രിക്ക് കംപ്ലീറ്റ് ചെയ്ത് വിസയ്ക്ക് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത്രയാണ് ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK-ലെത്താം. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ? സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യം ഞാൻ ഇതിൽ സൂചിപ്പിച്ചു. അപ്പം നമുക്ക് ബാലറ്റ് കിട്ടിയതിന് ശേഷം സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ് ആരാണോ അവരുടെ അക്കൗണ്ടിലൊരു 2,60,000 രൂപ ഫണ്ട് മാത്രം കാണിക്കുക 1 മാസത്തെ മെച്യൂരിറ്റി പീരീഡിൽ. അത് ഇപ്പോൾ ചിലവരുടെ അക്കൗണ്ടിൽ അത് ഇപ്പോഴേ ഉണ്ടെങ്കിൽ അവരുടെ വിസ ഇച്ചിരി കൂടെ പെട്ടെന്ന് നടക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വെയിറ്റിംഗ് പീരീഡ് വേണ്ട. കാരണം അങ്ങനെ പൈസ ഇല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഫണ്ട് ഒരു 3 lakh ഫണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് വെക്കുക. അതായത് ചിലപ്പോൾ നമ്മുടെ പൗണ്ടിൽ ഫ്ലക്ച്വേഷൻസ് വരും. INR-ഉം GBP-യും തമ്മിലുള്ള വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ കൂടാൻ ചിലപ്പോൾ കുറയാം. അപ്പോൾ നമ്മുടെ ഒരു സേഫ് ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഒരു 3 lakh. അതാണ് ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. ആ 3 lakh നിങ്ങൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം നിങ്ങൾ ഈ 1 മാസം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 1 മാസം നിങ്ങൾ വെറുതെ ഇരിക്കാനല്ല ഞാൻ പറയുന്നത്. ആ ഒരു ടൈം ഡ്യൂറേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ PCC, MOI, LOR, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ മെഡിക്കൽ, നിങ്ങളുടെ എവറിത്തിങ്, നിങ്ങളുടെ പ്രോസസ്സിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അക്യൂറ് ചെയ്ത്, അതായത് നിങ്ങൾ എല്ലാം ഒന്ന് സംഘടിപ്പിച്ച് ഈ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ വെക്കുക. അപ്പോൾ ഈ 1 മാസത്തെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വിസ ഫയൽ ചെയ്യാം. സോ വിസ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വിത്തിൻ 4 daysനുള്ളിൽ വിസ കൺഫർമേഷൻ വരും. നിങ്ങൾ ഏത് കൊറിയർ പാർട്ട്ണറിൻ്റെ അണ്ടറിലാണോ കൊടുത്ത് അവിടെ പോയി വിസ കളക്ട് ചെയ്യുക. സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ നോക്കുക. സിമ്പിൾ, സ്റ്റാമ്പ് ചെയ്തു കിട്ടി. ദെൻ നെക്സ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കം ടു UK. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. 2 വർഷത്തെ വിസയുണ്ട്. സോ നിങ്ങൾക്ക് തപ്പിപ്പിടിക്കുക, നിങ്ങളുടെ പ്രൊഫഷൻ നോക്കുക. നമുക്ക് സ്പോർട്സ് കോച്ചായിട്ടും അങ്ങനെയൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തപ്പിപ്പിടിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ തപ്പിപ്പിടിച്ചു, നിങ്ങൾക്കൊരു വിസ സ്പോൺസർ, അതായത് വീണ്ടും ഒരു സ്കിൽ വിസ
ലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടു കാണും, റൂൾസ് എല്ലാം മാറി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ വിസ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഗൈസ്. നിങ്ങൾ വിട്ട് കളയരുത്. നിങ്ങൾക്ക് ഒരു കൺട്രിയിൽ വന്ന് വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു കൺട്രിയാണ്. വരിക, വർക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യുക. കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ പറയത്തില്ലേ, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അത്രത്തോളം സന്തോഷം നമുക്ക് ദൈവം തരും. സത്യമാണ്. സോ ഞാനിന്നിവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ പേരൻസുമാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ അമ്മൂമ്മ, പിന്നെ എൻ്റെ സ്വന്തം അനിയത്തി, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, പിന്നെ ഈശ്വരൻ. ഇത്രയും പേരോടാണ് ഞാൻ നന്ദി പറയുന്നത്. സോ ഇവരൊന്നും ഇല്ലെങ്കിൽ, ഇവരുടെയൊന്നും അനുഗ്രഹം നമ്മളിലില്ലെങ്കിൽ നമുക്ക് എത്ര ഉയർച്ചയിലെത്തിയാലും നമുക്ക് അതിലൊരു തൃപ്തി വരില്ല. സോ നമ്മൾ താഴെ വന്നേ നമ്മൾ അവസാനിക്കുകയുള്ളൂ. സോ ബി ഹംബിൾ, ഡു യുവർ ബെസ്റ്റ്, യു വിൽ സക്സീഡ്. അത്രയേ ഉള്ളൂ. സോ നിങ്ങളെന്നല്ല, എല്ലാവരും നമ്മൾ അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് വിജയിക്കാൻ പറ്റും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇനിയും ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽഡ് വീഡിയോ ബാലറ്റ് 24-ാം തീയതി കഴിയും. അപ്പോഴത്തേക്കിന് അടുത്ത ഇതിലും എക്സ്പ്ലെയിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. സോ ഞാനെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ് ഇൻ UK. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനാണെങ്കിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്നതിൽ ഉപരി ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഞാൻ വന്നതിന് ശേഷം ഒരു ഫെബ്രുവരി ബാലറ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ കുറേ പേർക്ക് മെസ്സേജ് അയച്ചു, കുറേ പേരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം അവർ തന്നൊരു സജഷനാണ്, നിനക്ക് എന്തുകൊണ്ടൊരു വ്ളോഗ് ചെയ്തുകൂടാ. ഇപ്പം നിൻ്റെ ഫ്രണ്ട്സ് ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് സർക്കിളിലായിരിക്കും നിനക്കിത് അറിയിക്കാൻ പറ്റുക. അതിനുപരി നിനക്ക് അറിയിച്ചാൽ അറിയാത്തവർക്കും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത്, അനന്തരഫലം എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതുപോലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇപ്പോൾ ഒരു 18 മിനിറ്റോളമായി. സോറി ഗൈസ്, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്. സോ നിങ്ങളെന്തായാലും വിട്ട് കളയരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സോ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഹോളോബോൺ പാർക്ക് എന്ന് പറയാം. അതിൻ്റെ ഒരു മനോഹരമായ ദൃശ്യങ്ങളുടെ നടുവിൽ നിന്നും ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം വിഷ്ണു പ്രശാന്ത്. ബൈ.